ഒരു കാര്യം പാട്ടാറ്റും നിനക്കെന്നെ ഇന്നു വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട പോടി ചമ്മൻ നിന്നെ കൊണ്ടുവന്നൊരു പോക്ക് അന്ന് മുതൽ തുടങ്ങിയ ലൈഫിലൊരാപ്പ് ചക്കച്ചുള്ളത്തിൽ ബിരിയാണി കിട്ടുന്നുള്ളൂ പോയുള്ളൊരു വാക്ക് കിട്ടിയൊരു ഒരു 1-2 മാസം കൂടെ വളർത്തിക്കോ. ശരി, അത് നമുക്ക് ആൽബത്തിൽ യൂസ് ചെയ്യാൻ മുത്തും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം വെച്ച് എന്നെ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലൊക്കെ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ ചായ അടിക്കുമ്പോൾ ചായയുടെ ചുറ്റും ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ഗോൾഡൊക്കെ ഇട്ടിട്ടൊരു പാർട്ടി അടക്കില്ല ചായ അടിക്കുന്നത് ക്രിക്കറ്റൊക്കെ അഭിനന്ദിച്ച ഈ കപ്പിങ്ങനെ വെച്ചിട്ടേ വേറെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് അടിക്കുന്നത്. കപ്പിങ്ങനെ വെച്ചിട്ട് സൂക്ഷം കറങ്ങി തന്നെ അടിക്കും. ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഉണ്ടോ? ഞാനും പോയി കണ്ടിട്ടിരിക്കും. നമ്മുടെ ജോലി എന്താ, ഇത് തന്നെയാണ് നമ്മുടെ ജോലി. പിന്നെ ഇതല്ല വേറെ പണിയില്ല. ഇനി വേറെ പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണ കൂലിപ്പണിയും പിന്നെ എന്താ പറഞ്ഞ ഹോട്ടൽ പണി അങ്ങനെ പോകണം. ഇനി അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 തുടങ്ങണം. ആ സമയത്തൊക്കെ ഈ ഓരോ ദിവസം വെച്ചാണ് ഓരോ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം തന്നെ 7-8 പ്രോഗ്രാം വരെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകാൻ പോകുന്നത് നമ്മുടെ തങ്കച്ചൻ വിതരിച്ചേട്ടാ. തങ്കച്ചേട്ടാ നമസ്കാരം, വെൽക്കം. മ്യൂസിക് വീഡിയോ കണ്ടു, ഗംഭീരമായിരുന്നു. അതിനകത്ത് ഒരു പക്ക ഒരു ടപ്പ് ടപ്പ് ടപ്പെന്ന് പോകുന്നൊരു സാധനം അല്ലേ? നിനക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട. ഇന്നലെ വേണ്ട. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിച്ചേർന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് മുമ്പേ ഇറങ്ങിയതാണ്. എമിൽ മുഹമ്മദിൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു കുറച്ച് വർഷത്തിന് മുമ്പ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ ടീമിൻ്റെ തന്നെ മറിയരമ്പ രാട്ടുകുട്ടി അതൊരു 4-5 വർഷത്തിന് മുമ്പ് ചെയ്തതാണ്. ശരി. അപ്പോൾ നമുക്കൊരു രണ്ടാമത്തെ ഒരു ആൽബം ചെയ്യണമല്ലോ, അത് നല്ല ഹിറ്റല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ആൽബം ചെയ്യണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ മണികണ്ഠനും മ്യൂസിക് ഡയറക്ടർ എമിൽ മുഹമ്മദും കൂടെ എന്നെ വിളിക്കുന്നു. ശരി, നമുക്ക് ഒരു രണ്ടാമതൊരു ആൽബം ചെയ്താലേ, ഞാൻ പറഞ്ഞു രണ്ടാമത് കൊടുക്കാൻ നല്ലൊരു ആൽബം ചെയ്യണം, നല്ലൊരു പാട്ടുണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പെട്ടെന്ന് പാടുന്നു, മ്യൂസിക് ചെയ്യുന്നു, അടുത്ത ആഴ്ചയിൽ വീഡിയോ ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് നാളത്തെ ഗ്യാപ്പേ ഉള്ളൂ. റിലീസൊക്കെ നേരത്തെ ഓക്കെ ആക്കി വെച്ചിരുന്നു. അപ്പോൾ പരീക്ഷ വന്നു മക്കളെ പരീക്ഷയൊക്കെ വന്ന സമയത്ത് ഒന്ന് ബാക്കിലോട്ടാക്കി. കുറച്ച് യുദ്ധം വന്ന സമയത്തും അത് ഒന്ന് ബാക്കിലോട്ടാക്കി മാറ്റി. എല്ലാവർക്കും കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണമല്ലോ, അതൊക്കെ കേട്ടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് റിലീസ് ചെയ്യുന്നത്. അയ്യോ നല്ല കമൻറ്റോടുകൂടി നല്ല രീതിയിൽ തന്നെ. പിന്നെ എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ളൊരു പാട്ട്. പക്ഷേ അവർ ഗംഭീരമായിട്ട് ആട്ടുകുട്ടിയുടെ ആയിരുന്നാലും വീഡിയോ ഒക്കെ മണികണ്ഠനൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത്, മ്യൂസിക് പിന്നെ എമിൽ മുഹമ്മദ് അതുപോലെ തന്നെ ഇതും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്ത്. അത് ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വൺ പെർഫോമൻസ്, ഡാൻസും ഇതിൻ്റെ കമൻസും ആൾക്കാർ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടാവുമല്ലോ ഇത് കണ്ടു കഴിഞ്ഞിട്ട്. അത് എന്തൊക്കെയുണ്ടായിരുന്നു അതിൻ്റെ ഈ അപ്പിയറൻസ്, ഈ മുത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ. അതെ, അത് ഞാൻ വീട്ടിൽ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഹെയർ ഇങ്ങനെ വളർത്തിയിട്ടിരുന്നു, ചുമ്മാ വളർത്തിയിട്ടിരുന്നു എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവർ ആൽബത്തിൻ്റെ പ്ലാനിങ് മറ്റേ മീറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഈ ഹെയർ എന്തിൻ്റെങ്കിലും ആവശ്യത്തിനുള്ളത്? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വളർത്തുന്നേ ഉള്ളൂ. വെട്ടാൻ വന്നു. ഞാൻ പറഞ്ഞു വെട്ടണ്ടേ, ഒരു 1-2 മാസം കൂടെ വളർത്തിക്കോ. ശരി, അത് നമുക്ക് ആൽബത്തിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തന്നെ മണികണ്ഠനും അവർ തന്നെ ഈ മുത്തും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം വെച്ച് എന്നെ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലൊക്കെ കൊണ്ടുവന്ന് ഡയറക്ടർ കേൾക്കണ്ട. അപ്പോൾ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലൊക്കെ കൊണ്ടുവന്ന് വേറെ അപ്പിയറൻസിലേക്ക് ആക്കി. കൊള്ളാം, ഗംഭീരമായിരുന്നു. ലുക്കിലാണെങ്കിലും അല്ലെങ്കിൽ കോസ്റ്റ്യൂമിലാണെങ്കിലും അത് സ്വയമായിട്ട് തങ്കച്ചേട്ടന് തോന്നിയ ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞ് മേ ബി ഒരു ചേഞ്ച് വന്നേക്കാം? അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് ശരിക്കും ഞാൻ സാധാ പാൻറ്, ഷർട്ട്, നാട്ടിലെ കൈലി, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ട കോസ്റ്റ്യൂം ഡ്രസ്സ്. അതെ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് കണ്ണി കണ്ടായിട്ടുണ്ട് പോകും അങ്ങനെ. പക്ഷെ കെയർ ചെയ്യാതെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്ന. അതെ. പിന്നീട് ഈ ആൽബം ടൈപ്പും ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഈ ആട്ടുകുട്ടിയുടെയൊക്കെ ആൽബത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ എടുക്കുന്നത് മണിയും എമിലും കൂടെ വന്നിട്ടാണ് നമ്മൾ മാളിൽ പോയി എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ ഇട്ടത് പോകണം, ഇത് ഇത്ര നല്ല ട്രെൻഡ് സാധനങ്ങൾ, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ കോസ്റ്റ്യൂമിനെ കണ്ട സമയത്ത് അത് സത്യം പറഞ്ഞ ഒരു പുറം രാജ്യത്ത് ഒരു ആക്ടർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ ഇത്രയും
എഫക്റ്റ് എടുത്ത് ഇതൊക്കെ സാധനങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല, അല്ല ഞാൻ അതൊന്നും ഇടില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇട്ടിട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ചപ്പം ഇതിപ്പോൾ ഇതില്ലാതെ എനിക്ക് പറ്റില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയമായിരിക്കും നമ്മൾ വളർന്ന് വരുന്നൊരു സ്റ്റേജ്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച സ്റ്റേജിൽ ഇപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ നിങ്ങൾ ബസ്സിൽ കയറി അവിടെ എത്തി വളരെ ചെറിയൊരു എമൗണ്ടായിരിക്കാം ചെയ്യുന്നത് അന്നത്തെ കാലങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന ഒരു ഇപ്പോൾ അതായത് ടി വിയിലോട്ടൊക്കെ കയറുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ചോദിക്കുന്നത് കേട്ടോ. ആൾക്കാർ ചിലപ്പം പലരും പറഞ്ഞിട്ട് നമ്മൾ കൂവി വിട്ട ഇതുണ്ട്, അല്ലെങ്കിൽ സമയം വൈകി പോയ ചെല്ലുന്നതുണ്ട്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ മാട്ടയുണ്ട്. ഈ മാട്ട എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ സമിതി അല്ലാതെ ആ മാട്ട. അപ്പോൾ മാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുച്ഛമായിട്ടുള്ള എമൗണ്ടുകൾക്ക് ചെന്ന് പ്രോഗ്രാം ചെയ്യും. ആ സ്റ്റേജിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഓല സ്റ്റേജ് ആണെങ്കിൽ ഓല മാത്രമേ കൊണ്ടുള്ളൂ. ഫ്രണ്ടിലൊരു ഒരു ഒരു 40 വാൾട്ടിൻ്റെ ഒരു ലൈറ്റ് വിട്ടേക്കും. അതിൽ ചെന്ന് നിന്നിട്ട് കോസ്റ്റ്യൂം മാറാനോ, അതിനാണ് മാട്ടയെന്ന് പറയുന്നത്. കോസ്റ്റ്യൂം മാറാനുള്ള ഇടം ഉണ്ടാവില്ല. ആ ലൈറ്റിൽ ഉള്ള മൈക്ക് എടുത്ത് വെച്ചിട്ട് സിസ്റ്റം ഒന്നും കാണില്ല. എങ്ങനെ സിസ്റ്റം മിക്സറോ അങ്ങനെയൊന്നും കാണില്ല. അതിനാണ് മാട്ടയെന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ഞങ്ങൾ മാട്ടയൊക്കെ കളിച്ചിട്ടുണ്ട്. പണ്ട് മാട്ടയെ കളിച്ചിട്ടുണ്ട്. അനുഭവങ്ങൾ എന്തെന്ന് എല്ലാവരും എന്തിനും അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പൈസ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ അതെ. പിന്നെ തരാന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ വാഹന സൗകര്യം ഇല്ലാതെ സ്റ്റേജിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോകുന്ന സമയങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ. ഇപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മേഖലകളിലൊക്കെ അവർ ഇരിക്കുന്ന ഒരു ഉയർച്ച കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴ്ച ഉള്ളതുകൊണ്ട് ആ താഴ്ച ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ ഇപ്പം നിലവിൽ നിൽക്കുന്നത് നമ്മളെ സുഹൃത്തുക്കൾ. ഈ കഴിഞ്ഞ എനിക്കൊന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു, നോബു ചേട്ടനൊക്കെ ഇരുന്ന ഇൻ്റർവ്യൂവിൽ ഒരു ചായയുടെ ഒരു കഥ പറഞ്ഞു. അതായത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചായ അടിക്കുന്ന ഒരു ചായയുടെ ചേട്ടൻ അപ്പോൾ എന്തോ തിരിഞ്ഞു നിന്നത്. അത് കിളിമാനൂർ. അതെന്തായിരുന്നു അത്? ശരിക്കും പുള്ളിക്കാരൻ ചായ അടിക്കുമ്പോൾ ചായയുടെ ചുറ്റും ഇങ്ങനെ വന്നിക്കുക. ഇപ്പോൾ ഗോൾഡൊക്കെ ഇട്ടിട്ടൊരു പാർട്ടി അടക്കില്ല ചായ അടിക്കുന്നത്, വിൽക്കേറ്റൊക്കെ അഭിനന്ദിച്ച്. അതുപോലെ ഈ വരുന്നവരൊക്കെ ഒന്ന് കൂടി നിൽക്കും, പിള്ളേരൊക്കെ ഒന്ന് കണ്ടോണ്ടിരിക്കും. അന്ന് അതൊരു ഭയങ്കര പുതുമയായിരുന്നു. അപ്പോൾ ഈ കപ്പിങ്ങനെ വെച്ചിട്ടേ വേറെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് അടിക്കുന്നത്. കപ്പിങ്ങനെ വെച്ചിട്ട് സൂക്ഷം കറങ്ങി തന്നെ അടിക്കും. കാര്യങ്ങൾ വേറെ മൈൻഡൊക്കെ മുഖത്തില് അത് നിത്യതൊഴിലല്ല. ഇങ്ങനെ കറക്റ്റ് സൂക്ഷം ഇങ്ങനെ അടിക്കും. അടിച്ചിട്ട് ചായ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നിരത്തി വെച്ച് കൊടുക്കും. ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഉണ്ടാവും. ഞാനും പോയി കണ്ടിരിക്കും. നല്ലൊരു സുഹൃത്താണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പുള്ളിയെ. ഒരു നല്ല ടീം എപ്പോഴും ഇപ്പം പലരും പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് ഒരു നല്ലൊരു സപ്പോർട്ടിന് ഒരു 3-4 പേര് ഒരു ടീമുണ്ട്. ആ ടീം ആയിട്ടാണ് നമുക്ക് ഒന്ന് വളരാൻ സാധിച്ചതെന്ന് പറയുന്നവരുണ്ട്. അതേ സംബന്ധിച്ച് ചിലർ നേരെ തിരിച്ച് പറയും, എനിക്ക് അങ്ങനെ ഒരു ടീമോ അങ്ങനെ ഒരു ഗ്രൂപ്പോ ഒന്നുമില്ല. നമ്മൾ എടുത്ത് വന്ന ഇപ്പം തങ്കച്ചേട്ടനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഒരു നല്ലൊരു സപ്പോർട്ടിങ് ടീമുണ്ടോ ശരിക്കും തങ്കച്ചേട്ടന്? ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീം? ഇപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾ പോകുന്നതിൽ ഒരു 2-3 പേരടങ്ങുന്ന ഒരു ചെറിയ ടീം ഉണ്ടാക്കി വെച്ചു. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു ട്രൂപ്പിൽ ഒരു പ്രോഗ്രാമിന് പോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷം ആ ടീം ആ ട്രൂപ്പിൽ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിറ്റേ വർഷത്തിൽ ഈ ആർട്ടിസ്റ്റ് ചിലപ്പോൾ അങ്ങോട്ടും അവിടുത്തെ ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരും. ഇപ്പുറത്തെ ഒരു പോസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്ററിനോടൊപ്പം ഒരു ചെറിയൊരു എഗ്രിമെൻറ്റും കാണും, 1 ഇയറിലേക്ക് ഒരു ചെറിയ അഡ്വാൻസും കാണും. അതുവരെ ഈ ആർട്ടിസ്റ്റ് ഈ ട്രൂപ്പിൽ തന്നെ ആയിരിക്കും. ഇന്നതല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അത്യാവശ്യം ഈ പലരും പല ചാനലിലാണ്, പലരും പല പ്രോഗ്രാമിലാണ്. സിനിമയായിരുന്നാലും സീരിയലായിരുന്നാലും പലതിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ടീം ബലമായിട്ടൊരു ടീം ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിലും ഒരു പോസ്റ്ററൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് പോകുന്നുണ്ട്, ഓരോരുത്തർ പോകുന്നുണ്ട്. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ അടിച്ചിട്ട് എല്ലാം കൂടി ഒരു വണ്ടി കയറിയിട്ട് അവിടെ ചെന്ന് ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു, അതെ അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. പക്ഷേ ഇപ്പോഴും കുറച്ചുകൂടെ ഷോയൊക്കെ നല്ല എല്ലാവർക്കും അതിൻ്റെ അനുസരിച്ചുള്ള വാല്യൂ ഉണ്ട്. എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്, എല്ലാം നല്ല ഷോകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമകളിൽ അഭിനയിക്കുന്നു. മറ്റെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ മാത്രം നിൽക്കുന്ന ആർട്ടിസ്റ്റ്. ഇപ്പം എന്ന് പറഞ്ഞാൽ സിനിമയിലുണ്ട്, സീരിയലിൽ എല്ലാവരും പിന്നെ സെലിബ്രിറ്റികളാണ്. അപ്പം അതുകൊണ്ട് അവർ കുറച്ചുകൂടെ എളുപ്പമാണ് സെലിബ്രിറ്റികളാവാനും, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അതൊരു പോയിന്റാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് അവർ ഇത്ര ഒരു
ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു പോസ്റ്റർ ചെയ്യുന്നു. ആ പോസ്റ്റർ പ്രകാരം അവർ പിന്നെ പ്രോഗ്രാം ചെയ്യുന്നു. ഇപ്പം ഞാനും എനിക്കൊരു ടീമുണ്ട്. ആ ടീമിൽ നിൽക്കുന്ന 2 പേരും അവർ അത്യാവശ്യം സീരിയൽ 1-2 സീരിയൽ ചെയ്യുന്നവരും സിനിമ ചെയ്യുന്നവരാണ് അവരൊരു ടീം. അപ്പം ഇങ്ങനെ ചെറിയ ഓരോരോ ടീമുകൾ ഉണ്ടാക്കിയിട്ട് വലിയ ഒരു ഗ്രൂപ്പ് പോലെ ഒരു ട്രൂപ്പ് പോലെ അതിൽ തന്നെ ഡാൻസും പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു മെഗാ ഷോ ടൈപ്പിൽ ഇവരങ്ങ് പോകും. മറ്റേ അങ്ങനെയല്ല, എല്ലാവരും കൂടെ ഒരു ട്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ട്രൂപ്പിൽ തന്നെ ഒരു വർഷം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള തിരക്കും കുഞ്ഞു പ്രോഗ്രാം ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു മെഗാ ഷോ ടൈപ്പിൽ അങ്ങ് പോകും. ഇതിൽ ഈ ഒരു ആൽബത്തിൽ ശരിക്കും എനിക്ക് ആൽബം കണ്ടപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് എനിക്കൊന്ന് 2012 ടൈം അതിനോടനുബന്ധിച്ച് നമ്മുടെ സലിംകുമാറേട്ടൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു, ഒരു പലവട്ടം കാത്തുനിന്ന് കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും വിനീതേട്ടനല്ലേ പാടിയത് അല്ലേ? അത് പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ എവിടെയോ ഒരു ഇത് വന്നു. ആ ഒരു ഇത് നല്ല അടിപൊളിയല്ലേ ഇത് ചെയ്തപ്പോൾ ഡയറക്ടർ എടുക്കുകയാണെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് വേറെ എവിടെന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്? അല്ലല്ല, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് മാത്രം മുമ്പേ ഇറങ്ങിയൊരു പാട്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ചില വരികൾ മാത്രം അതിന് മുമ്പേ ഇറങ്ങുന്നുള്ളൂ. ശരി. ബാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഫ്രെയിമുകളും അതിൻ്റെ കോസ്റ്റ്യൂമും എനിക്ക് തന്നേക്കുന്ന അപ്പിയറൻസ് എല്ലാം ഇവർ ഫ്രഷായിട്ട് ഉണ്ടാക്കിയത്. അത് വേറെ ഒന്നും ഒരു യോയോ സെറ്റപ്പ് ഇല്ലല്ല, വേറെ ഒന്നുമില്ല. അത് ഇവരുടെ പിന്നെ കോൺട്രിബ്യൂഷനാണ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തങ്കച്ചേട്ടൻ വന്ന് പറയുമ്പം ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇപ്പോൾ നടുക്ക് നിന്ന് കുറച്ച് അത് കുറച്ച് പിള്ളേർ സെറ്റപ്പ് അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ എന്താ ഒരു യെസ് ആ ഒരു സന്തോഷമാണോ, ആ ഒരു എനർജിയാണോ തോന്നിയത്, അല്ലെങ്കിൽ ഇത് പറ്റുമോ എന്ന് തിങ്ക് ചെയ്തിരുന്നു? ഞാനിത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലെ റാപ്പ് പഠിക്കുന്ന ഞാൻ റാപ്പ് പഠിക്കുന്ന തമ്മിരട്ടി ചമ്മന്തി എന്നെ കൊണ്ടുവന്നൊരു പോക്ക് അന്ന് മുതൽ തുടങ്ങിയ ലൈഫിൽ റാപ്പ് ചക്കച്ചുള്ളത്തിൽ നിന്നുള്ള ബിരിയാണി നിൽക്കുന്നുള്ളൂ പോയുള്ളൊരു വാക്ക് കിട്ടിയുള്ളൊരു വൈഫ് അച്ഛനും അമ്മയ്ക്കും ഒറ്റൊരു മോള കണക്കില്ല സ്വത്തിൻ്റെ അവകാശി ആനയുണ്ട് ചേനയുണ്ട് ഓടിയുണ്ട് ബെൻസുണ്ട് വായിക്കാറുണ്ട് ഇപ്പം സ്വർണ്ണക്കാരുണ്ട് തേപ്പ് കിട്ടി മുട്ടത്തേപ്പ് കിട്ടി തേപ്പ് കിട്ടി മുട്ടത്തേപ്പ് കിട്ടി എടി വള്ളി കാലിച്ചിട്ട് ആ വള്ളി ഇപ്പം നാഗവല്ലി എടീ ഇതല്ല ഈ റാപ്പ് അല്ല അവർ തന്നെ എന്നെ കൊണ്ട് പാടിച്ച ചേട്ടാ നിങ്ങൾ മറിയമ്മ ആട്ടുകുട്ടി പാട്ടല്ലേ പാടിയിട്ടുള്ളൂ, നിങ്ങളൊരു റാപ്പും കൂടെ പാടണം. ഓക്കെ. അങ്ങനെ ആ റാപ്പും കൂടെ എന്നെ കൊണ്ട് പാടിച്ചിട്ട് ബാക്കി മറ്റേ ഗോൾഡ് ഓടുന്നതും അങ്ങനെയുള്ള സംഭവം മറ്റേ ലൈറ്റ് എല്ലാം മണിയുടെയൊക്കെ മേഖലയാണ്. അതെ, മറ്റേ ഫോണിലെ ഗെയിം വരെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ഓടുന്നത്. അത് ആ ഒരു മ്യൂസിക് പിന്നെ എം.എൽ. മുഹമ്മദ് ഇട്ടെന്നേ ഉള്ളൂ. അതിനകത്ത് ആ ഓടുന്നതും മറ്റേ ആ ഗോൾഡിൻ്റെ സംഭവങ്ങളൊക്കെ അതെല്ലാം മണി തന്നെ ഇട്ടാണ് പുലി. അതെ, ഈ റാപ്പ് പാടി ഇപ്പം എന്ത് തോന്നി? കാരണം ഈ സാധനം ഇത് കൈവയ്ക്കാൻ പറ്റിയ മേഖലയല്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യാത്തൊരു പരിപാടിയല്ലേ അത് കൈവയ്ക്കാൻ പറ്റിയ മേഖലയല്ല. അപ്പോൾ ഞാൻ പറയടാ ഞാൻ ഇതൊന്ന് പാടിച്ചില്ല അണ്ണൻ പാടണ്ട, അണ്ണൻ എനിക്ക് പാടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ജനങ്ങൾ ആ സെൻസിലങ്ങ് എടുക്കും. ഞാൻ പറഞ്ഞടാ അത് ഇംഗ്ലീഷൊക്കെ പാടുന്നവർ അണ്ണൻ ധൈര്യമായിട്ട് പാടണ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് ഇവർ 2 പേരും വന്നിട്ട് 2 ദിവസം കൊണ്ട് എന്നെ കൊണ്ട് പാടിച്ചതാണ്. പക്ഷെ അത് കാണിച്ച ഒരു ധൈര്യം എന്താണെന്നറിയാം, ഭയങ്കര സ്നേഹം, എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അവന്മാർ. അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്, ഇപ്പോൾ ആർട്ടിസ്റ്റുകളിൽ കൂടുതൽ ആൾക്കാർക്കും ഉള്ളതാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു സംഭവം. അതൊന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഇതാണ്. ഏതോ ഒരു സ്കിറ്റിൽ ഞാൻ കണ്ട് തമ്പാനൊരു യൂട്യൂബ് ചാനലിൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞൊരു സ്കിറ്റ്. മറ്റേ എല്ലാവർക്കും ഉള്ള പോലെ. അതെ അത് ഉല്ലാസേട്ടനാണ് അത് വാർത്ത വായിച്ചേക്കുന്നത്. അത് അതിൽ കുറേ ന്യൂസ് ഉണ്ട് കേട്ടോ, അത് പുള്ളി വായിച്ചേക്കുന്നത് ചിരിക്കാൻ കുറേ ഉണ്ട്. അത് ഇപ്പോൾ എന്തായാലും ശരിക്കും ചേട്ടാ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർക്ക് സ്വയമായിട്ട് യൂട്യൂബ് ചാനലുകൾ. ഇപ്പോൾ തങ്കച്ചേട്ടനും ഉണ്ട് തങ്കു സ്റ്റോറീസ്, അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അതിലാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നാടൻ കടകൾ, അവിടെ നിന്ന് ചായ. എനിക്ക് നമ്മുടെ കുരിശുമലയിലൊക്കെ മറ്റേ ഇവിടെ അതെവിടെയായിരുന്നു ബോണക്കാട്. പിന്നെ നാടൻ ചായ കിട്ടുന്ന സ്ഥലത്ത് പോകുന്നു, പരിചയപ്പെടുത്തുന്നു. അതിലേക്ക് ഇത് തുടങ്ങാം എന്നുള്ളത് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, അതോ നമുക്ക് ആരാ അതിനകത്ത് ഹെൽപ്പും പരിപാടികളൊക്കെ ചെയ്ത്? സുഹൃത്തുണ്ട് സുനിൽ ചൈത്ര, അദ്ദേഹമാണ് ഇതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും പിന്നെ നോക്കുന്ന പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറിവില്ലാത്ത കാര്യം ടെക്നിക്കൽ സംഭവങ്ങൾ നോക്കുന്നു. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ, അതായത്
നാട്ടിൻപുറങ്ങളിൽ ചെന്നിട്ട് വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ പറഞ്ഞ് നമുക്ക് എപ്പോഴും നമ്മൾ പുറത്തല്ലേ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏരിയകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിൽ പിന്നെ സാധാരണ അവർ ജോലി ചെയ്യുന്നതാണെങ്കിലും നാട്ടിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. നാട്ടിലൊക്കെ വന്നിട്ട് അത് ടൗണിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലോട്ടല്ലേ. പക്ഷേ അവർ പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, കഥ എഴുതുന്നവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്. പക്ഷെ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വീഡിയോ എടുക്കുകയോ അവരുടെ സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് അമ്മമാരും ചേച്ചിമാരും ഒക്കെ ജോലിയെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ അവിടെ കൊണ്ട് യൂട്യൂബ് ചാനൽ, ഞങ്ങളെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മൈക്കൊണ്ട് വെച്ചാൽ നമ്മളറിയാം. കൊണ്ടുവച്ച സമയത്ത് ഇവർ പാട്ട്, ഡാൻസ്, കഥ, മറ്റേ കമ്പടിക്കളി എന്ന് വേണ്ട. എന്നിട്ട് പറയുന്നത് ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾക്ക് ഈ മേളകളിൽ പരിപാടിയുണ്ട്. അത് ഈ പിന്നെ ഉത്സവങ്ങളിൽ പരിപാടി, ഞങ്ങൾക്ക് സ്റ്റേജ് പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിയുടെ റിഹേഴ്സൽ ഞങ്ങളെല്ലാം കൂടെ ഇത്ര വീട്ടുകാർ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. ആ റിഹേഴ്സലൊക്കെ വന്ന് നിങ്ങളൊന്ന് ഈ ഫോണിൽ പകർത്തുവോ, എങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു പ്രചോദനമാകും, പ്രൊമോഷനുമാണ് അവർക്കൊരു. പിന്നെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കും ഒരു തരില്ല. കാരണം അവരൊക്കെ അവരെ ഉള്ളിലെ കലകളും പാട്ടും ഡാൻസും ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും പുറത്തൊന്ന് കാണിക്കാൻ, മറ്റുള്ളവരെ അറിയിക്കാനുള്ള നിവൃത്തിയില്ലല്ലോ. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഇത്രയും പേര് കണ്ടു, ഒരുപാട് പേര് കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം. അതിപ്പോൾ സിനിമയാണെങ്കിലും ശരി, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, നല്ല കമൻറ്റ്. ഇതിൻ്റെ പേര് പറയുമ്പോൾ ആൾക്കാരൊന്ന് കൺഫ്യൂസ് ആവും അല്ലേ? ഒന്ന് പറഞ്ഞു തങ്കച്ചേട്ടാ. ഒരു കാര്യം, ഞാൻ പാട്ടായിട്ട് നിനക്കെന്നെ ഇന്നു വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട, പോടി നിനക്കെന്നെ ഇന്നു വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട. അടിപൊളി. പിന്നെ ബാക്കിൽ മറ്റേ ഇതുകൊണ്ടല്ലേ, യോയും കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുക, അല്ലെങ്കിൽ നമുക്കൊരു മിമിക്രി അല്ലെങ്കിൽ കോമഡി സ്കിറ്റൊക്കെ ആകുക, ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പം ഒരു 7, 8, 9, 10 പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വാസന ഉണ്ടാവും, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് പയ്യെ ഇപ്പം അമ്പല പരിപാടികൾ അല്ലെ ആ സമയങ്ങളിൽ അല്ലെ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതിനൊക്കെ കിട്ടാത്തൊരു റീച്ചാണല്ലോ തീർച്ചയായിട്ടും നമ്മളൊരു TV അല്ലെങ്കിൽ ഒരു ചാനലിലേക്ക് കയറുക എന്ന് പറയുന്നത്. അത് എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ തങ്കച്ചേട്ടനെ അല്ലെങ്കിൽ തങ്കു എന്ന ആൾക്കാരെ ഏറ്റ് വിളിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം തങ്കച്ചേട്ടനെ ബലം ചെയ്തിട്ടുണ്ട് ശരിക്കും? നിങ്ങളിപ്പോൾ എന്നെ വിളിച്ച് തങ്കു എന്നല്ലേ വിളിച്ചു? അതെ. ശരിക്കും അത് ആ ഷോ തന്നെയാണ്. ആ ഷോ എന്നുള്ളൊരു ഷോ തന്നെയാണ്. ഇപ്പം ഇവിടെ ഇരിക്കാൻ, ജിഞ്ചർ മീഡിയയിൽ ഇരിക്കാൻ കാരണം, നിങ്ങൾ തങ്കു എന്ന് വിളിക്കാൻ കാരണം, നിങ്ങൾ എന്നെ ഇതുവരെ തങ്കച്ചാന്ന് വിളിച്ച് ഞാൻ കേട്ടില്ല. അപ്പോൾ തങ്കു എന്ന് തന്നത് അവർ തന്നെയാണ്. അവരോട് കടപ്പാടും സ്നേഹമുണ്ട്. അത് മറക്കാൻ പറ്റില്ലല്ലോ. എവിടെ ചെന്നാലും അല്ലേ, പറഞ്ഞ മനുഷ്യനല്ലല്ലോ, നമ്മളെ ഒരു പടി മുന്നിലേക്ക് കൊണ്ടുവച്ച ഒരു സംഭവം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു ഷോ അല്ലേ സ്റ്റാർ മാജിക്? ഒരു പടിയൊന്നുമല്ല, ഒരു പടിക്കൊക്കെ മേളിലുണ്ട്. ഞാനൊരു പടിയിലായിരുന്നു ആ സമയത്ത്. ഞാൻ ഒരു പടിയിലായിരുന്നു. അപ്പം മേളിൽ അവർ തന്നെയാണ്, അല്ലാതെ ആ അഡ്രസ്സ് അവർ തന്നെയാണ് തന്നിരുന്നത്. അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും തങ്കച്ചേട്ടനെ നമ്മുടെ വീട്ടിലെ ഒരാൾ എന്നുള്ള രീതി കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അല്ല എവിടെ ചെന്നിരുന്നാലും നമുക്കത് അതിൻ്റെ ഒരു വില തരുന്നു. നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത വേദികളിൽ നമ്മൾ ഇരുത്തുന്നു. കേരള എന്ന് പറഞ്ഞു വിട്ട വേദികളിൽ നമ്മൾ വിളിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ? അങ്ങനെ അംഗീകാരങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമല്ലേ. ഒരാളുടെ ഇഷ്ടം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷേ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പാടാണ്. അത് ഉണ്ടാക്കിയെടുക്കാനും പാടാണ്. അപ്പോൾ ഈ ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ട് അപ്പം ഇനിയും ഞങ്ങൾക്ക് കാണണം എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ അവരുടെ അടുത്ത് മറുപടി, അത് കുറേ നമ്മൾ കണ്ടിട്ടുള്ള തങ്കച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അതിനൊക്കെ എങ്ങനെയാണ് ശരിക്കും അതിന് മറുപടി മൈൻഡിലുണ്ടാവുന്നത്? അല്ല, ഈ അവർക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളെന്താണ് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ ഉള്ള സംഭവങ്ങൾ എന്തായിരുന്നല്ലോ അവർക്ക് കൊടുക്കുക എന്നാണ്. തിരിച്ച് വീണ്ടും വരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ സ്റ്റാർ മാജിക്കിൽ. തമാശകളായിരുന്നാലും ഒക്കെ അവർക്ക് കൊടുക്കാനുള്ള വേദികളുണ്ടാകുക, കൊടുക്കുക എന്നതാണ്. അല്ല പിന്നെ വേറെ എന്താ ചെയ്യുക? അതപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന
ഒരു തമാശ. ഇപ്പോൾ ഇന്നലെ ഒരു പ്രോഗ്രാം സ്ഥലത്ത് പോയപ്പോൾ ഞാൻ 2 പാട്ട് പാടിയിട്ട് വന്നു. ശരി. 2 പാട്ട് പാടിയിട്ട് വന്നപ്പോൾ എന്തെങ്കിലും തമാശ എന്തെങ്കിലും വേണം, എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടോ. അപ്പോൾ അവർക്ക് ഈ പാട്ടൊന്നും അല്ല അവരെ മനസ്സിലാക്കുക, അത് നമ്മൾ ചെയ്ത തമാശകളൊക്കെയാണ് എടുക്കുന്നത്. അത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം അവരെ സന്തോഷിപ്പിക്കുക, അവരെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുക. അത് ഏറ്റവും വലിയ അംഗീകാരമല്ലേ ഒരാൾക്കൊരു സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന പിന്നെ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ. ആ ജോലി തന്നെ എനിക്ക് മരിക്കും കാലം എനിക്ക് ചെയ്യണം. അതിലാണ് സന്തോഷം കണ്ടത്. അതിലാണ് സന്തോഷം. ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് തന്നെ മേ ബി ചിലപ്പോൾ ഒരുപാട് ചാനലുകളൊക്കെ തങ്കച്ചേട്ടനെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്കൊരു കോമഡി പ്രോഗ്രാം ഉണ്ട്, സമയമുണ്ടോ വരൂ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിന് യേസ് പറയാൻ നോ പറയാ എന്നുള്ള തങ്കച്ചേട്ടൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അത് അങ്ങനെ കുറേ കോളുകൾ വരാറുണ്ടോ? അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടോ? അതുണ്ടായിരുന്നു വഴിയെ. അതെ. ഇനി ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാവോ? ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അങ്ങനെ ഒരു ഷോ? അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജോലി എന്താ, ഇത് തന്നെയാണ് നമ്മുടെ ജോലി. പിന്നെ ഇതല്ല വേറെ പണിയില്ല. ഇനി വേറെ പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഇതിലേക്ക് പോകണം. വേറെ റൂട്ടിലോട്ട് പോകണം. വേറെ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധാരണ കൂലിപ്പണിയും പിന്നെ എന്താ പറഞ്ഞ ഹോട്ടൽ പണി അങ്ങനെ പോകണം. പക്ഷെ അതും എന്നെ ഫിനിഷ് ചെയ്തിട്ടല്ലല്ലോ വന്നത്, ക്ലിയർ ചെയ്തിട്ടല്ല വന്നത്. അപ്പോൾ ഇനി അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേന്നതിൽ തുടങ്ങണം. അപ്പോൾ അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ തന്നെ നിന്ന്, ഇതല്ലേ എന്നെ നമ്മളെ ഇതുവരെ ആക്കിയതും ഇതുവരെ കഞ്ഞി കുടിച്ച് പോയതും. അപ്പോൾ ഇതിൽ തന്നെ നിന്ന്, അപ്പോൾ അതാരാണ് വിളിക്കുന്നത്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു പ്രോഗ്രാം, പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പ്രോഗ്രാം, നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ മനസ്സിന് ഒക്കെ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടീം, അത് സന്തോഷമുള്ളൂ. അത് അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യണം, അത് വരണം, അങ്ങനെ ഒരു പരിപാടി വരണം. അതാണ് അങ്ങനെ ഒരു പരിപാടി എല്ലാം കൂടെ ഒത്തു കിട്ടി വരണം. വരണം എല്ലാം ഒരു പരിപാടി ഒത്ത് വരുന്ന ഭയങ്കര പാടാണത്. എല്ലാം കൂടെ. അപ്പോൾ അതിന് നമുക്ക് നിൽക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാകണം. ഇപ്പോൾ നേരത്തെ നേച്ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇൻകത്തിൻ്റെയൊക്കെ ആണല്ലോ അങ്ങനെ ഒരു ബാലൻസ് എനിക്കില്ല. പക്ഷേ ഇപ്പം പണ്ടത്തെ ഒരു ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ, ചെയ്ത ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഈ കോവിഡൊക്കെ ഭയങ്കര ഒരു മടിയായിരുന്നു. കോവിഡ് പിന്നെ ഭയങ്കര ബുദ്ധി. എൻ്റെ എത്ര പ്രോഗ്രാംസ് ക്യാൻസലായിപ്പോയെന്നറിയാമോ? നമുക്ക് നമ്മൾ ആ കോവിഡ് വന്ന സമയത്ത്, അപ്പോഴാണ് ഈ കോവിഡ് വരുമ്പോഴാണ് നമ്മുടെ ആട്ടുകുട്ടി സോങ്ങൊക്കെ ഇറങ്ങുന്നത്. ആ സമയത്തൊക്കെ ഈ ഓരോ ദിവസം വെച്ചാണ് ഓരോ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന്. ബുക്ക് ചെയ്ത പ്രോഗ്രാം, അഡ്വാൻസ് തന്ന പ്രോഗ്രാമൊക്കെ ചേട്ടാ നമുക്ക് ആ പ്രോഗ്രാം കാണില്ല കേട്ടാ, കട്ട്. അടുത്ത തങ്കച്ചേട്ടാ അങ്ങനെ ഒരു ദിവസം തന്നെ 7-8 പ്രോഗ്രാം വരെ ക്യാൻസലായിട്ടുണ്ട്. തങ്കച്ചേട്ടാ ആ പ്രോഗ്രാം അല്ലേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അങ്ങനെ പിന്നീട് വിളിക്കാൻ ഞാൻ ഓരോ പ്രോഗ്രാം, ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇത് പ്രോഗ്രാംസ്, ട്രിപ്പുകൾ, ചെറിയ പടത്തിൻ്റെ അവസരങ്ങളെല്ലാം പോയി. പിന്നെ അതൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ വരാനൊക്കെ ഒരുപാട് പാടുപെട്ടു. പിന്നെ 2 വർഷത്തോളം. പിന്നെ അത് പറഞ്ഞവർക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ആ സിനിമകൾ നടക്കാതെ വന്ന് എന്ത് ചെയ്യുക, അവർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പിന്നീടൊക്കെ എൻ്റെ വിളിച്ചത് തങ്കച്ചാ അത് ഇല്ല, ആ സിനിമ ഇല്ല കേട്ടാ എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇംഗത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ആ സമയത്ത്. പിന്നെ അതിൽ നിന്ന് പിന്നെ ഡെവലപ്പ് ഇതുവരെ ആയിട്ടില്ല. ഓക്കെ. അതെങ്ങനെ നമ്മൾ ഇത് ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് എങ്ങനെ നമ്മളത് ഓവർകം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കാരണം വേറെ നിവൃത്തിയില്ല. ഒന്നാമത്തെ കാര്യം പ്രോഗ്രാം ഇല്ല, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ആ ഇല്ലായ്മ നമുക്ക് എങ്ങനെ അത് ബാലൻസ് ചെയ്തു ആ സമയത്ത് കോവിഡിന്? ചക്ക ആരെങ്കിലും ഒന്ന് പറഞ്ഞോക്കട്ട്. എനിക്ക് അയ്യോ ചക്ക അതെന്താന്ന് ചോദിച്ചോക്കട്ട്. ചക്ക അന്നാണ് ചക്കയിൽ ചക്കയുടെ മുള്ളും ചക്കയുടെ പുറത്തെ മുള്ളില്ലേ, ചക്കയുടെ മുള്ളും ചക്കയരിയുടെ പാട മാത്രം കണ്ടുപിടുത്തങ്ങൾ മാറ്റിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ട് തന്നല്ലേ ആ സമയത്തല്ലേ. എല്ലാവരും എത്രയോ പരീക്ഷണം അല്ലേ, എല്ലാവരും നമ്മൾ എടുത്ത് പറയാത്തവർ വരെ നമുക്ക് പുറത്ത് പറയാത്തവർ വരെ മനസ്സിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടാ, എന്നാലും അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ അവസ്ഥയല്ലേ, അപ്പം എല്ലാവരും ഉള്ളവരും ചിലവാക്കാൻ പറ്റുന്നില്ല വീട്ടിനകത്ത്, ഇല്ലാത്തവരും വീട്ടിനകത്ത്. അതുകൊണ്ട് എല്ലാം ഒരേപോലെ ആഹാരം മാത്രം നോക്കി ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ അതിനകത്ത് അന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ അവസ്ഥ ഇതാകൊണ്ട് നമ്മളും അതിൽ കൂടെ അങ്ങ് പോയി, ആ ഒഴുക്കിനങ്ങ് പോകുന്നു. അതെ. പിന്നെ എല്ലാവർക്കും കോവിഡൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത്
പ്രോഗ്രാംസിനുമൊക്കെ മാറ്റങ്ങളും വന്ന് ആ ട്രെൻഡിനൊക്കെ മാറ്റം വന്ന് അങ്ങനെയൊക്കെ. പിന്നെ അതിനുശേഷം സ്റ്റേജ് പരിപാടി തലപൊക്കി എണീറ്റിട്ടില്ല. ആണല്ലേ? സ്റ്റേജ് പരിപാടിയൊക്കെ അതിനുശേഷം വീണ് തുടങ്ങി. പക്ഷേ അങ്ങനെയല്ല, ഒരു ദിവസം എത്ര പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാം. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഈ സ്റ്റേജ് ഷോ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടിരുന്നത് തിരുമലചന്ദ്രനാണ്. തിരുമലചന്ദ്രനോടൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പിന്നെ തിരുമലചന്ദ്രൻ ചേട്ടൻ ഇനി കാണുമ്പോൾ ആരാടാ അതിൻ്റെ തിരുമലചന്ദ്രനൊക്കെ എൻ്റെ ഒരു പാവം. അപ്പോൾ ചന്ദ്രൻ ചേട്ടനോട് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡെയിലി പ്രോഗ്രാമാണ്. ഡെയിലി പ്രോഗ്രാം. ഒരു സീസണിൽ തന്നെ 297 പ്രോഗ്രാം വരെ. സാമ്പത്തികമായിട്ടും അതൊരു. അതെ. പക്ഷേ വേറെ വരും അന്ന് ഇതുപോലെ ഇന്ന് ഒരു ആർട്ടിസ്റ്റ് വാങ്ങുന്ന പേയ്മെൻറ്റേ ഉള്ളൂ അന്നൊരു ട്രൂപ്പിന്. അല്ല അത് ഓക്കെ, വളരെ കുറവാണ്. പക്ഷേ അതുകൊണ്ട് എത്ര കുടുംബങ്ങൾ കഴിഞ്ഞു പോയെന്നറിയാമോ? 297 പരിപാടി കഴിഞ്ഞിട്ട് 116 പ്രോഗ്രാം ക്യാൻസലും ചെയ്തു. ഈ പ്രോഗ്രാം കളിക്കാൻ പറ്റില്ല, സമയമില്ല. ഒരു ദിവസം 4 പ്രോഗ്രാം 3 പ്രോഗ്രാം 4 പ്രോഗ്രാം ഇങ്ങനെ വെച്ചാണ്. നമുക്കെന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള പേയ്മെൻ്റ് ഉള്ളൂ. പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് എവിടെ നിന്നാണ് വായ്പ മേടിക്കാം, ഇതൊക്കെ ചെയ്യാം. കാരണം വരുന്നുണ്ട് സ്പോട്ട്, നമുക്ക് വരുമാനം വരും. അങ്ങനെ അതുകൊണ്ട് എത്ര കുടുംബങ്ങൾ. അതുപോലെ ഇനി ഒരു ചാർട്ട് നിറച്ചൊരു പ്രോഗ്രാം വരുന്ന ഒരു ട്രൂപ്പോ ഒരു കാലം ഇനി വരില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ. 1 2 3 ഒറിജിനൽ മ്യൂസിക് അതിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് കാണണമെങ്കിൽ അല്ലേ 1 2 3 ഒറിജിനൽ മ്യൂസിക്. അതുപോലെ തന്നെ തങ്കച്ചൻ ന്യൂ ആൽബം തങ്കച്ചൻ വിതിര ഒഫീഷ്യൽ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. തങ്കച്ചൻ വിതിര ന്യൂ ആൽബം എന്ന് അടിച്ചിരുന്നാലും കിട്ടും. അപ്പോൾ വളരെ 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 സന്തോഷം നമുക്ക് ജിഞ്ചർ മീഡിയയിൽ വന്ന് നമ്മൾ പ്രിയ സുഹൃത്തുമായിട്ട് കുറച്ച് ആൽബത്തിലെ വിശേഷങ്ങളും സന്തോഷമൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചത്, പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ. ജിഞ്ചർ മീഡിയയിലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഇഷ്ടം പോലെ പ്രേക്ഷകരുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ക്രൂവിലെ എൻ്റെ മണികണ്ഠനും എമിൻ മുഹമ്മദിനും അതുപോലെ തന്നെ ഇതിലെ ഈ ആൽബത്തിലെ എല്ലാ ക്രൂവിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു.